ട്രംപ് പറയുന്ന കുറച്ച് ടാക്സ് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ എൻ്റെ ഡാറ്റ പരിശോധിക്കായിരുന്നു. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഇമ്പോർട്ട് താരിഫ് ഉള്ളത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ ഒരു ആവറേജ് താരിഫ് എന്ന് പറയുന്നത് 17%. അത് US-ൻ്റെത് വെറും 3.3%. അപ്പോൾ ഇന്ത്യ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയൊരു കമ്പോളമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യയുടേതായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നല്ലോ. അഗ്രികൾച്ചറൽ പ്രൊട്ടക്ഷനിസം അടക്കമുള്ള ചില താല്പര്യങ്ങൾ ഇന്ത്യക്കുണ്ടായിരുന്നു. സ്വാഭാവികമായും ട്രംപ് എന്ന് പറയുന്നത് കച്ചവട കണ്ണോടുകൂടി ഇതിനൊക്കെ നോക്കിക്കാണുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ സ്ഥാപിത നയങ്ങളിൽ നിന്ന് ഈ ട്രംപിന് ഇതിനിങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ സ്ഥാപിത നയങ്ങളും നമ്മുടെ സ്ഥാപിത ലക്ഷ്യങ്ങളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു ഉപദേശം മോഡിക്ക് കിട്ടേണ്ടതല്ലേ? കിട്ടാതിരിക്കുന്നൊന്നും ഉണ്ടാവില്ല, അത് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ടാവും. പക്ഷേ അത് ഏതളവിൽ ഇവരിത് തടഞ്ഞു നിർത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ താരിഫ് കൂട്ടി നിർത്തുന്നത്? അമേരിക്കയെ പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയല്ല. യന്ത്രവൽകൃത പ്രൊഡക്ഷൻ എല്ലാ മേഖലയിലും പൂർണ്ണമായിട്ടുള്ള രാജ്യമല്ല. അതിൻ്റെ സപ്ലൈ ചെയിൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ ചെയിനുള്ള രാജ്യമല്ല. അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ, ഇന്ത്യൻ ഇൻഡസ്ട്രിയെ, ചെറുകിട ഇൻഡസ്ട്രി ആണെങ്കിലും വൻകിട ഇൻഡസ്ട്രി ആണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഇതിനെയൊക്കെ നിലനിർത്താൻ പാകത്തിൽ അനുവദനീയമായ പരിധിയിലെ ഈ ടാക്സ് വരുത്തി നിർത്താൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ആൻഡ് താരിഫിൻ്റെ പല എഗ്രിമെൻറ്റുകളിലും അംഗങ്ങളാണ് ഇന്ത്യ. ഏതാണ്ട് എല്ലാ എഗ്രിമെൻറ്റിലും ഇന്ത്യ അംഗമാണ്. അപ്പോൾ ആ എഗ്രിമെൻറ്റുകൾ അനുവദിച്ച് തരുന്ന പരിധിയിൽ മാത്രമേ ഇന്ത്യക്ക് ടാക്സ് നിർത്താൻ പറ്റുള്ളൂ. ചില പർട്ടിക്കുലർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ എഗ്രിമെൻറ്റുകളൊക്കെ ഇളവ് കൊടുക്കുക. ആ ഇളവും ഉപയോഗപ്പെടുത്തി മാത്രമേ ഇന്ത്യക്ക് നികുതി കൊടുക്കുക. അത് അനുസരിച്ച് തന്നെയാണ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലും പറ്റില്ല എന്നാണ് ട്രംപ് പറയാൻ ശ്രമിക്കുന്നത്. അതിന് വഴങ്ങിക്കൊടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുക മിക്കവാറും. കാരണം വെച്ചാൽ അതിന് ന്യായം പറയാം. കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടുള്ള കയറ്റുമതി വലിയ തോതിൽ ഹിറ്റ് ചെയ്യപ്പെടും. ട്രംപ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ കുറയും. അപ്പോൾ ഇന്ത്യക്ക് വിദേശ നാണ്യം കിട്ടുന്നത് കുറയും, ഇന്ത്യൻ കമ്പനികൾക്ക് ബിസിനസ് കിട്ടുന്നത് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു തൊഴിൽ നഷ്ടം ഉണ്ടാവാം, അല്ലെങ്കിൽ ക്രയവിക്രയം കുറഞ്ഞ് മാർക്കറ്റിൽ പണം കുറയാം, സാമ്പത്തിക പ്രതിസന്ധിയിൽ കാര്യങ്ങൾ പോയി, ഇങ്ങനെ പല ന്യായങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇതിനെ എങ്ങനെ നമ്മൾ മറികടക്കുക? ഇതേ പ്രശ്നം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുമായിട്ട് ബൈലാറ്ററൽ ബന്ധം സ്ഥാപിക്കുകയും തുടരുകയും ചെയ്ത കാലത്തൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടന്നത് ഇന്ത്യ കുറേക്കൂടെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇതിനെ നേരിടുകയും അമേരിക്കൻ ഭരണകൂടമായിട്ട് സംസാരിക്കുകയും അവരെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഇത് നിലനിർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് കോൺഫിഡൻസിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ മനോഭാവമുള്ള രണ്ട് ഭരണകൂടങ്ങളിരിക്കുമ്പോൾ അവരുടെ ഐഡിയോളജിക്കൽ ഐഡിയോളജി സംബന്ധിച്ച് അവർക്കുള്ള ഒരു ഒരുമയുണ്ടല്ലോ. തീവ്രദേശീയതയാണ് രണ്ട് നേതാക്കളുടെയും രണ്ട് ഭരണകൂടങ്ങളുടെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതുപോലെ ഈ മറ്റ് വംശ വിദ്വേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ട് ഭരണകൂടങ്ങളെ സംബന്ധിച്ചും. അപ്പോൾ ഇതിലൊക്കെ യോജിച്ച് നിൽക്കുന്ന ഒരു ഭരണകൂടം, അതുപോലെ സ്വയം വലുതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒട്ടും നഷ്ടപ്പെടുത്താത്ത ഭരണാധികാരിയും ഭരണകൂടവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നഷ്ടങ്ങളല്ല അവരെ സംബന്ധിച്ച് പ്രധാനം. അമേരിക്കയുമായിട്ടുള്ള അടുത്ത ബന്ധം, ഡൊണാൾഡ് ട്രംപ് പോലെയുള്ള ഒരു നേതാവായിട്ടുള്ള വളരെ അടുത്ത ബന്ധം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പഗാൻഡ ടൂളായിട്ട് അവർ ഉപയോഗിക്കുക. അതിനായിരിക്കും അവർ മുൻഗണന കൊടുക്കുക. അവിടെ ഈ നയതന്ത്ര തലത്തിൽ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് എലോൺ മസ്കിനോട് സംസാരിക്കുന്ന ഡീറ്റെയിൽസ് ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇന്ത്യ നികുതി കൂട്ടിവെച്ചാൽ അതിന് ആനുപാതികമായിട്ട് നമ്മൾ നികുതി കൂട്ടും എന്ന് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിസർവേഷൻ പ്രകടിപ്പിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് ട്രംപ് വളരെ അഡമൻ്റായിട്ട് പറയുന്നത് നമുക്ക് അതിൽ വായിക്കാൻ പറ്റും. അപ്പോൾ അത്രയും പരിഗണനയും അത്രയും ഗൗരവമേ ഈ പറയുന്ന വാക്കുകൾക്ക്, നമ്മൾ ഈ വിശ്വഗുരു എന്നൊക്കെ പറയുന്ന 56 ഇഞ്ച് നെഞ്ചളമുണ്ട് എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന വലിയ നേതാവാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻഡ മെക്കാനിസങ്ങളും പാർട്ടികളും ഒക്കെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഡൊണാൾഡ് ട്രംപ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അത്രയും പരിഗണനയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ്
ഇന്ത്യൻ താല്പര്യങ്ങൾ ഈ ഗവൺമെൻറ് സംരക്ഷിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.